ചേച്ചി ഒരു ഡൗട്ട്. എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ +2 എക്സാം ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ എന്റെ ഒരു റിലേറ്റീവിന് MBBS ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഓസ്ട്രേലിയയിൽ MBBS ചെയ്യാൻ പറ്റും? പറ്റുമല്ലോ. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ MBBS, BDS, വെറ്റിനറി സയൻസ് ഈ പറയുന്ന എല്ലാ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ഇപ്പൊ ജസ്റ്റ് +2 കഴിഞ്ഞെന്നല്ലേ പറഞ്ഞേ? പുള്ളി നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ +2 കഴിഞ്ഞ് നീറ്റ് എഴുതി കഴിയുമ്പോൾ പിള്ളേർക്ക് ഓൾറെഡി അറിയാൻ പറ്റുമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ അവർക്ക് എബ്രോഡിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കറക്റ്റ് ടൈമാണ്. ഇപ്പൊ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പറയുന്ന MBBS, BDS, വെറ്റിനറി സയൻസിനൊക്കെ ആപ്ലിക്കേഷൻ ഓപ്പണുമാണ്. ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ഇതിന് വേറെ IELTS സ്കോറൊക്കെ നമുക്ക് എങ്ങനെ വേണ്ടത്? ഇപ്പം ഈ MBBS, BDS അല്ലെ വെറ്റിനറി സയൻസ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം എപ്പോഴും ഇച്ചിരി ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. അതായത് മെറിറ്റ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പം IELTS പറയുകയാണെങ്കിൽ ഓവറോൾ 7 വേണം. പിന്നെ അറിയാലോ PT എന്ന് പറയുന്നിട്ടുള്ള എക്സാം പിയേഴ്സൺ ടെസ്റ്റ്. പിയേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ 65 ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇപ്പോ എന്താ പറയുക, MBBS പുള്ളി അവിടെ ചെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ തീർച്ചയായിട്ടും വർക്ക് ചെയ്യാം. ഇപ്പം ഓസ്ട്രേലിയയുടെ MBBS എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു 6 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. അപ്പൊ അതിനകത്ത് അവർക്ക് 1 year ഇന്റേൺഷിപ്പ്, ഇപ്പൊ നമ്മുടെ ഇവിടെ ഹൗസ് സർജൻസി ഒക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ 1 year ഇന്റേൺഷിപ്പോട് കൂടിയ പ്രോഗ്രാംസ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്, ഓസ്ട്രേലിയ ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിയുമ്പോൾ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിന്റെ അക്രഡിറ്റേഷൻ ഇവർക്ക് കിട്ടും. അപ്പൊ വേണമെങ്കിൽ അവർക്ക് അവിടെ വർക്ക് ചെയ്യാം. അവർക്ക് അവിടെ വേണമെങ്കിൽ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ന്യൂസിലൻഡിലും പ്രാക്ടീസ് ചെയ്യാം. അതായത് ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിന്റെ അക്രഡിറ്റേഷനോട് കൂടിയാണ് അവർ പാസ് ആവുന്നത്. അപ്പം അവർക്ക് ഈസി ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. BDS ഓപ്ഷനും വെറ്റിനറി സയൻസ് ഓപ്ഷനും ഉണ്ട്. ഇതും ഹൈലി ഡിമാൻഡബിൾ ആയിട്ടുള്ള 2 കോഴ്സ് ഓപ്ഷനാണ്. അപ്പം MBBS ആണ് 6 years ഡ്യൂറേഷൻ വരുന്നത്. BDS ഉം വെറ്റിനറി സയൻസും ആണ് ഇവർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് രണ്ടും 5 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. ഇതില് BDSന്റെ നമുക്ക് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഓസ്ട്രേലിയൻ ഡെന്റൽ കൗൺസിലിന്റെ അക്രഡിറ്റേഷനോട് കൂടിയാണ് അവർ പാസ്സാവുന്നത്. അപ്പൊ അവർക്ക് അവിടെ ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയയിലും പറ്റും, അതുപോലെ തന്നെ ന്യൂസിലാൻഡിലും വേണമെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ നെക്സ്റ്റ് ചോദിച്ചത് വെറ്റിനറി അല്ലെ? വെറ്റിനറി സയൻസും ഈ പറയുന്ന പോലെ 5 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. അതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ വെറ്റിനറി ബോർഡിന്റെ അക്രഡിറ്റേഷൻ അവർക്ക് കിട്ടും. അതോടുകൂടി തന്നെ പാസ്സാവുന്നത്. അവർക്ക് ഒരു വെറ്റിനറിയൻ ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ അതിന്റെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UK-ലും ന്യൂസിലൻഡിലും ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കോഴ്സുകൾക്ക് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ മാത്രം ഉണ്ടായില്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിന്റെ ഓപ്ഷൻസിൽ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നമുക്കിപ്പോ ഈ ജൂലൈയിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇതില് നമുക്ക് ഒറ്റ ഇൻടേക്കേ വരുന്നുള്ളൂ. ഇയർലി 1 ഇൻടേക്കേ ഉള്ളൂ. ഹൈലി കോമ്പറ്റേറ്റീവ് പ്രോഗ്രാം ആയതുകൊണ്ട് സിംഗിൾ ഇൻടേക്ക് ആണ് വരുന്നത്. ഫെബ്രുവരി, അതായത് ഇപ്പൊ പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിന് February 2025 അതാണ് അവർ ഇൻടേക്ക്. അടുത്ത വർഷം ആണ് കറക്റ്റ് ടൈം ആണ് ആപ്ലിക്കേഷൻ. അതെ, ലിമിറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എത്ര നേരത്തെ അപ്ലൈ ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് അഡ്മിഷൻ. ചിലപ്പോൾ ചില പിള്ളേർക്ക് MBBS പഠിക്കാൻ പണിയായിരിക്കും. വേറെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതല്ലാതെ വേറെ മെഡിക്കൽ കോഴ്സസ് ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് മാത്രമൊന്നും അല്ല നമുക്ക് ഹെൽത്തിലുള്ളത്. നമുക്കിപ്പം എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ബാച്ചിലർ ഓഫ് ഓറൽ സയൻസ് അല്ലെങ്കിൽ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്ന പ്രോഗ്രാം, പിന്നെ ബാച്ചിലർ ഓഫ് പോഡിയാട്രി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാച്ചിലർ ഓഫ് മെഡിക്കൽ സയൻസ്, ലബോറട്ടറി മെഡിസിൻ, ബയോമെഡിക്കൽ സയൻസ്, പിന്നെ മെഡിക്കൽ റേഡിയേഷൻ, അങ്ങനെ ഒരുപാട് കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. 3 വർഷത്തെ 4 വർഷത്തെ, പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ഇതൊക്കെ ഭയങ്കര ഹൈലി ഡിമാൻഡബിൾ ആയിട്ടുള്ള. MBBS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതിന് അപ്രൂവൽ കിട്ടും, അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോഴ്സ് ആണോ? യെസ്, ഓസ്ട്രേലിയയിൽ നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും എല്ലാ കോമൺവെൽത്ത് നേഷൻസിലും ഒരുപോലെ ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. സോ അവർക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. എന്താ പറയുക, ഇതിനെപ്പറ്റി ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചേച്ചിനെ ഇവിടുത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും. ഇപ്പം കസിൻ എന്തോ എന്നല്ല പറയാം, പ്ലസ് അപ്പോൾ ആളോട് ഡയറക്റ്റ് വരാൻ പറയാം. നമുക്കിവിടെ 1-to-1 കൗൺസിലിംഗ് സെഷൻ അവൈലബിൾ ആണ്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അവരുടെ പ്രൊഫൈൽ അതിന് ആപ്റ്റ് ആണോ, എന്തൊക്കെയാണ് എൻട്രി റിക്വയർമെന്റ്, അവരുടെ പ്രൊഫൈൽ ഫുൾ അസസ് ചെയ്തിട്ട് നമുക്ക് അവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്താലും മതി, നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. നേരത്തെ പറഞ്ഞ മെഡിക്കൽ കോഴ്സിനെ പറ്റിയുള്ള വീഡിയോ ഇനി അടുത്തല്ലേ ചെയ്യാൻ പറ്റുമോ ചേച്ചിക്ക്? തീർച്ചയായിട്ടും. ഇപ്പൊ എന്താണോ നമുക്ക് ഇവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിന്റെ ഇൻഫർമേഷനും പാസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും.